നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യയിൽ പ്രതിഷേധത്തിലാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ നടന്ന അൽ റിയാദിനെതിരെയുള്ള അൽ നസറിൻ്റെ മത്സരത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ പോർച്ചുഗീസ് മാധ്യമം റെക്കോർഡിൻ്റെ CEO പെഡ്രോ സൗസ ഒരു കാര്യം പറയുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കോൺട്രാക്റ്റിൽ വേണമെങ്കിൽ 2026 അൽ നസർ വിടാനുള്ള ക്ലോസ് ഉണ്ട്. അദ്ദേഹത്തിനായിട്ട് യൂറോപ്യൻ ക്ലബ്ബുകൾ, അമേരിക്കൻ ക്ലബ്ബുകളൊക്കെ ഇൻട്രസ്റ്റഡ് ആണ്. അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിട്ട് MLS ക്ലബ്ബുകളും യൂറോപ്യൻ ക്ലബ്ബുകളും ഒക്കെ രംഗത്തുണ്ട് എന്നാണ് പെഡ്രോ സൗസ ഇന്നലെ പറഞ്ഞത്. മാത്രമല്ല, റെക്കോർഡ് വളരെ വിശദമായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നിലവിലെ സിറ്റുവേഷനെ കുറിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിലവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സൗദി അറേബ്യയിലെ ഭാവി അത്ര ഉറപ്പില്ല. കുഡ് ബി അവേ ഫ്രം സൗദി അറേബ്യ. അദ്ദേഹത്തിൻ്റെ ഭാവി സൗദിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് റെക്കോർഡ് റിപ്പോർട്ട് ചെയ്യുന്നു. അതിലവർ കൃത്യമായി പറയുന്ന കാര്യം, ക്രിസ്ത്യാനോ റൊണാൾഡോ അൺഹാപ്പിയാണ് അൽ നസറിൽ. ഇപ്പോൾ വേണമെങ്കിൽ അദ്ദേഹം ജൂണിൽ ക്ലബ്ബ് വിടാനുള്ള സാധ്യതയുണ്ട്. ഒരു MLS ചേക്കേറലോ അതല്ല യൂറോപ്യൻ ക്ലബ്ബിലേക്കുള്ള തിരിച്ചുപോക്കോ ഒക്കെ സാധ്യതയുണ്ട്. പോസിബിൾ ഡെസ്റ്റിനേഷൻസ് ആണ്. CR7 റിലീസ് ക്ലോസ് 50 മില്യൺ യൂറോയാണ് എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ഡിസാറ്റിസ്ഫൈഡ് ആണ് അൽ നസറിനെ PIF ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ. ഇപ്പം അൽ നസർ, അൽ ഹിലാൽ, അൽ ഇത്തിഹാദ്, അൽ അഹിലി, ഈ ക്ലബ്ബുകളൊക്കെ, ഈ 4 മെയിൻ ക്ലബ്സ് അവരുടെ കീഴിലാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബെൻസിമ ഇപ്പോൾ അൽ ഹിലാലിലേക്ക് ജോയിൻ ചെയ്തു. അതുകൂടാതെ തന്നെ അൽ ഇത്തിഹാദിലേക്ക് ഒരു മികച്ച താരത്തെ ഇപ്പോൾ കൊടുക്കുകയും ചെയ്തു. മൊണോക്കോയിൽ നിന്ന് ഇലനിക്കേനെ അവർ ടീമിലേക്ക് എത്തിച്ചു. മോശമല്ലാത്തൊരു തുകക്കാണ് ഫ്രഞ്ച് ഫോർവേഡിനെ അവർ എത്തിച്ചത്. അതേസമയം അൽ നസറിലേക്ക് പ്രധാനമായിട്ടുള്ള ഒരു ട്രാൻസ്ഫറും ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നടന്നില്ല. അബ്ദുൽ കരീം മാത്രമാണ്, ഇറാഖി മിഡ്ഫീൽഡർ മാത്രമാണ് അവരുടെ ടീമിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ വിശ്വസിക്കുന്നത് ഈ ടീമിൻ്റെ ടൈറ്റിൽ ശ്രമങ്ങൾക്ക് വേണ്ടത്ര ഒരു സപ്പോർട്ട് ഈ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. CR7 വിശ്വസിക്കുന്ന അദ്ദേഹത്തിന് കൂടുതൽ റെസ്പെക്റ്റ് അദ്ദേഹം അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സൗദി ഫുട്ബോൾ ലീഗിൻ്റെ വളർച്ചയിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട റോള് വഹിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ റീസൺസൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം അൽ റിയാദിനെതിരെയുള്ള മത്സരം കളിക്കാൻ തയ്യാറായില്ല. ഇപ്പം ആദ്യത്തെ സൗദി അറേബ്യൻ കിരീടം നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 1000 കരിയർ ഗോൾ എന്നുള്ളതൊക്കെ ലക്ഷ്യവുമാണ്. എന്നാൽ പോലും ഇങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നതിൽ അദ്ദേഹത്തിന് എതിർപ്പുണ്ട്. ഒരുപക്ഷെ ക്ലബ്ബ് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് അടുത്ത ജൂണിൽ എന്നാണ് പോർച്ചുഗീസ് മാധ്യമം റെക്കോർഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമമാണ്. ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്, പോർച്ചുഗീസ് ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് റെക്കോർഡ് എന്താണെന്നുള്ളത്. അവരാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.